ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഒരിക്കൽ യേശു കടലിൻ്റെ മുകളിലൂടെ നടന്നു വരികയായിരുന്നു. തൻ്റെ ശിഷ്യന്മാർ അന്നുവരെ ഇങ്ങനെയൊരു കാഴ്ച കണ്ടിട്ടില്ല. അവർ കണ്ട കാഴ്ചയാണ് ഒരു മനുഷ്യൻ കടലിൻ്റെ മുകളിലൂടെ നടന്നു വരുന്നു. ഉടനെ അവർ വിളിച്ചു പറഞ്ഞു, ഒരു ഭൂതം വരുന്നു എന്ന്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവം കാണുമ്പോൾ അത് ഭൂതമാണെന്ന് പറയാൻ നമുക്കറിയാം. എന്തുകൊണ്ട് ദൈവമാണെന്ന് പറയാൻ അറിഞ്ഞുകൂടാ? കാരണം സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ ദൈവപ്രവൃത്തികൾ അംഗീകരിക്കുവാൻ തടസ്സം നിൽക്കുന്നു എന്നതാണ്. നാം പാപത്തിൻ്റെ അവകാശിയായി തുടരണമെന്നാണ് ശത്രുവിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുവാൻ ചിലർക്കെങ്കിലും കഴിയാത്തത്. എന്നാൽ യേശുവിൽ നീ മടങ്ങി വന്ന് അവന് പരിമിതികളില്ല, അതിർവരമ്പുകളില്ല, എന്തും ചെയ്യുവാൻ കഴിയുന്ന സർവശക്തനാണെന്ന് വിശ്വസിക്കുന്നിടത്ത് ദൈവപ്രവൃത്തിയുടെ മഹത്വം അവൻ നിന്നെ അറിയിക്കും. ആർത്തിരമ്പുന്ന ചെങ്കടലിൻ്റെ മുൻപിൽ മോശ കരമുയർത്തിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷത്തെ മോശയുടെ ദൈവത്തിലുള്ള വിശ്വാസമാണത്. രക്തസ്രവക്കാരി ഏതു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടത്? അവളുടെ വിശ്വാസമാണത്. അവിശ്വാസത്തിൻ്റെ ദുഷ്ടഹൃദയം നമുക്കുണ്ടായിട്ട് ദൈവത്തെ ത്യജിച്ചു കളയുവാൻ ഒരിക്കലും ഇടയാകരുത്. രക്തസ്രവക്കാരിക്ക് വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ട് അവൾ വിശ്വസിച്ച കാര്യത്തിൽ മാത്രം അത്ഭുതകരമായ സൗഖ്യവും വിടുതലും നേടി. എന്നാൽ കനാന്യ സ്ത്രീക്കുണ്ടായിരുന്നത് കേവലം വിശ്വാസമല്ല, യേശു പറഞ്ഞതുപോലെ അവളിൽ വലിയ വിശ്വാസമാണ്, ആഴമേറിയ വിശ്വാസമാണ്. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നീ ആഗ്രഹിക്കുന്നതെല്ലാം നിനക്ക് ഭവിക്കട്ടെ. എന്താണ് വലിയ വിശ്വാസം? ചോദിക്കുന്നതിലും വിചാരിക്കുന്നതിലും അത്യന്തമായ ദൈവപ്രവൃത്തികൾ നമ്മിലേക്ക് കൊണ്ടുവരുന്നു. ഈ ദിവസം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായ നന്മകൾ ദൈവം കൊണ്ടുവരട്ടെ. 2 കൊരിന്ത്യർ 13:5. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.